ഹലോ മക്കളെ, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 2 അഥവാ JB2 എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള എക്സാം ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസേഷൻ റീസൺ ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് വരികയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം, നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ജീറ്റ്നോഗമി ഇൻവോൾവ്സ്. നമുക്കറിയാം ഓട്ടോഗമി ഉണ്ട്, ജീറ്റ്നോഗമി ഉണ്ട്, സീനോഗമി ഉണ്ട്. ഒരു ഫ്ലവറിൽ നിന്ന് അതേ ഫ്ലവറിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഓട്ടോഗമി. ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവറിൽ നിന്ന് അതേ പ്ലാന്റിന്റെ മറ്റൊരു ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ജീറ്റ്നോഗമി. ഡിഫറെന്റ് പ്ലാന്റിലുള്ള ഫ്ലവേഴ്സുകളിലേക്ക് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീനോഗമി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഫെർട്ടിലൈസേഷൻ ഓഫ് എ ഫ്ലവർ ബൈ ദ ഫ്ലവർ ആൻഡ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്, അതാണ് നമ്മൾ ജീറ്റ്നോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ കിട്ടുക. അടുത്തത്, ബോത്ത് ഓട്ടോഗമി ആൻഡ് ജീറ്റ്നോഗമി പ്രിവെന്റഡ് ബൈ. ഓട്ടോഗമിയും ജീറ്റ്നോഗമിയും പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് എന്തായിരിക്കണം? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിസെക്ഷൽ പ്ലാന്റ് ആവണം. അഥവാ യൂണിസെക്ഷൽ പ്ലാന്റ് നമുക്ക് തന്നിട്ടുള്ളതിൽ ആരാണ്? കുക്കുംബർ, മെയ്സ്, കാസ്റ്റർ ഇവരൊക്കെ എന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊണീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. എന്നാൽ ഡൈഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് പപ്പായ മാത്രമാണുള്ളത്. അപ്പോൾ പപ്പായയാണ് ഓട്ടോഗമിയും ജീറ്റ്നോഗമിയും പ്രിവെന്റ് ചെയ്യുക. അടുത്തത്, ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് മെനി ഫ്രീ പിസ്റ്റിൽസ് ആണ്. ഒരുപാട് ഫ്രീ പിസ്റ്റിൽസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ പിസ്റ്റിലും ഫ്രീ ആയിട്ടാണ് കിടക്കുക. അത് നമുക്കറിയാം മിഷേലിയിലാണ്. എന്നാൽ പിസ്റ്റൽസ് ഒക്കെ ഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് പെപ്പാവറിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ മിഷേലിയാണ് വരിക. അടുത്ത അസേഷൻ, ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ് ഹാവ് പെരിസ്പേം. ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലൊക്കെ എന്തുണ്ട്? റമനൻ്റ് ആയുള്ള ന്യൂസെല്ലസ് എന്തായിട്ട് മാറും? ഒരു റെസിഡ്യുവൽ ബോഡി ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ പെരിസ്പേം എന്നാണ് വിളിക്കുക, നമുക്കറിയാം. അപ്പോൾ അത് ശരിയാണ്. പെരിസ്പേം ഈസ് റമനൻ്റ് ഓഫ് MMC, മെഗാസ്പോർ മദർ സെൽ അല്ല, അത് ന്യൂസെല്ലസ് ആണ് വരേണ്ടത്. അതുകൊണ്ട് അസേഷൻ ശരിയാണ്, റീസൺ ഇൻകറക്റ്റ് ആണെന്നുള്ള ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്ത് നോക്കണം, സ്ട്രോബെറി ആൻഡ് കാഷ്യൂ ഫ്രൂട്ട്സ് ആർ കാൾഡ് ഫാൾസ് ഫ്രൂട്ട്. സ്ട്രോബെറിയും കാഷ്യൂ, അതുപോലെ തന്നെ സ്ട്രോബെറി, കാഷ്യൂ, ആപ്പിൾ ഇതൊക്കെ ഫാൾസ് ഫ്രൂട്ടുകളാണ്, നമുക്കറിയാം. ശരിയാണ്. സച്ച് ഫ്രൂട്ട്സ് ആർ ഡെവലപ്ഡ് ഓൺലി ഫ്രം ഓവറി എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഓവറി മാത്രമല്ല, തലാമസ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ഇൻ ഫ്രൂട്ട് ഫോർമേഷൻ എന്നാണ് പറയുക അല്ലേ. തലാമസ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ഇൻ ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പോൾ അത് തെറ്റാണ്. അസേഷൻ കറക്റ്റ് ആണ്, റീസൺ ഇൻകറക്റ്റ് ആണെന്നുള്ള ഓപ്ഷൻ 3 വീണ്ടും കിട്ടി. ഇനി 96ാമത്തെ ചോദ്യം നോക്കണം. ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ആൻഡ് ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. ശരിയാ. വിൻഡ് പോളിനേഷനും വാട്ടർ പോളിനേഷനും ഒന്നും എബയോട്ടിക് ആയതുകൊണ്ട് നെക്ടറും കളർഫുള്ളും ലാർജ് ആവണ്ട. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെജോറിറ്റി ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ആയുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അവർ ലാർജ് ആവണം, കളർഫുൾ ആവണം, ഫ്രാഗ്രൻസ് റിച്ച് ഇൻ നെക്ടർ ആവണം. അപ്പോൾ അസേഷനും റീസണും ശരിയാണ്, പക്ഷെ എന്തല്ല, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണോ? അല്ല. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇനി ഇതൊരു ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്, കറക്റ്റ് മാച്ചിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 2 മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഡയഗ്രാംസ് ഒക്കെ നോക്കണം കേട്ടോ. 98ാമത്തത് ഒരു ഡൈക്കോട്ടംബ്രിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തത് നമുക്ക് അറിയാൻ പറ്റും, ഒന്നാമത്തത് പ്ലെമ്യൂളാണ് അല്ലേ. പ്ലെമ്യൂളാണ് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. രണ്ടാമത്തത് ഈ രണ്ട് സാധനങ്ങൾ കോട്ടിലിഡൻസ് ആണ്, നമുക്കറിയാം. കോട്ടിലിഡന്റെ ലെവലിലെ താഴെയുള്ള ഇതാണ് ഹൈപ്പോക്കോട്ടയിലാണ്, നമുക്കറിയാം. ഈ താഴ്കാണം വന്നതാണ് റാഡിക്കിൾ, ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് റൂട്ട് ക്യാപ്പ്. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 4 ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഹൗ മെനി ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. താഴെ തന്നിട്ടുള്ളതിൽ എത്ര എണ്ണം ഇൻകറക്റ്റ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം ശരിക്കും കേൾക്കണേ. താഴെ തന്നിട്ടുള്ള എത്ര എണ്ണമാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. തെറ്റായത് ഏതൊക്കെയാണ് നോക്കണേ. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്, അത് ശരിയാണ്. കാസ്റ്റർ, സൺഫ്ലവർ, കോക്കനട്ട് എൻഡോസ്പേം കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ഡെവലപ്പിംഗ് എംബ്രിയോ ബിഫോർ സീഡ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കോക്കനട്ടിലൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. കോക്കനട്ടിലൊക്കെ എൻഡോസ്പേം അവിടെ പെർസിസ്റ്റന്റ് ആണ്. അതാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയൊക്കെ അതിൻ്റെ എൻഡോസ്പേം ആയിട്ട് പറയാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഗ്രൗണ്ട്നട്ടും ബീൻസും എൻഡോസ്പേം പെർസിസ്റ്റ് ഇൻ ദ മെച്ചുവർ സീഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡൈക്കോട്ടുകളിൽ എൻഡോസ്പേം ഉണ്ടാവില്ല. അടുത്തത്, മോസ്റ്റ് സൈഗോട്ട് ഡിവൈഡ്സ് ഓൺലി ആഫ്റ്റർ സർട്ടൻ എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഈസ് ഫോംഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇൻ മെച്ചുവർ സീഡ് വാട്ടർ കണ്ടൻസ് 10 to 15% മാത്രമേ ഉണ്ടാവുള്ളൂ. സീഡ് മെച്ചുവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡും തേർഡും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. 100ാമത്തെ ചോദ്യം നോക്കണം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ അല്ലേ നോക്കുക. റീഡ് ചെയ്തിട്ട് ഏതാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അബവ് വിച്ച് വൺ ഈസ് കറക്റ്റ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് നോക്കാം. All events from pollen deposition on sigma until pollen tube enters into the ovule together referred as pollen pistil interaction. ശരിയാണ്. Pollen pistil interaction is a dynamic process involving the pollen recognition motion. അതും ശരിയാണ്. Artificial hybridization is achieved by emasculation bagging technique. അതും ശരിയാണ്. Removal of anther from the flower bud before anther dehiscence is referred as bagging എന്നല്ല പറയാ, അതിനെ നമ്മൾ ഇമാസ്കുലേഷൻ എന്നാണ് പറയാ അല്ലെ. ആന്തറിനെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയക്ക് നമ്മൾ ഇമാസ്കുലേഷൻ എന്നാണ് പറയാ. Since 2 types of fusion, syngamy and triple fusion, takes place in embryo sac, phenomenon is termed as double fertilization.
അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഒഴിച്ചിട്ടുള്ളത് 1, 2, 3 ആൻഡ് 5 എന്നുള്ള ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ അല്ലേ? അടുത്ത നോക്കണം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ ഔട്ട് ബ്രീഡിംഗ്? ഔട്ട് ബ്രീഡിങ്ങിനെ കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷൻ ആണ്. നോക്കണോ, പോളൻ റിലീസ് ആൻഡ് സിഗ്മ റിസപ്ഷൻ കപ്പാസിറ്റി സിങ്ക്രണൈസ് ചെയ്യേണ്ടത് അത് ഓട്ടോഗമിക് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആന്ത്ര് ആൻഡ് സിഗ്മ പ്ലേസ്ഡ് സെയിം പൊസിഷൻ, അത് തെറ്റാണ്. അതും വേണ്ടത് ഓട്ടോഗമിക് ആണ്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനോഗമി ആണ് നമുക്കറിയാം. ക്രോസ് ബ്രീഡിംഗ് അഥവാ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ സീനോഗമി ആണ് നമുക്കറിയാം. സീനോഗമിയാണ്. അടുത്ത് നോക്കണേ, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി അത് ഔട്ട് ബ്രീഡിങ്ങിന് പറ്റും. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അത് പറ്റും. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് മസ്റ്റ് ബി പ്രസന്റ് ഓൺ ദ സെയിം പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 1ഉം 2ഉം പിന്നെ 5 ആണ്. 1, 2, 5 എന്നുള്ള ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയോ? അടുത്ത് നോക്കടാ, ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഫോർ ഹൈഡ്രോഫിലി ഓർ ഗമേറ്റ് ട്രാൻസ്ഫറിന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഓൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആർ യൂസ് ഫോർ വാട്ടർ പോളിനേഷൻ. ശരിയാ, എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും വാട്ടർ പോളിനേഷൻ അല്ല ഉപയോഗിക്കുന്നത്. വാട്ടർ ഹയാസിൻ ആൻഡ് വാട്ടർ ലില്ലി പോളിനേറ്റഡ് ബൈ വാട്ടർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഇൻസെക്ട് ഓർ വിൻഡ് ആണ് നമുക്കറിയാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ക്വൈറ്റ് റെയർ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ലിമിറ്റഡ് അപ് ടു 30 ജനറൽ മോസ്റ്റ്ലി മോണോകോട്സ്. അത് ശരിയാണ്. സം ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ദാറ്റ് ദർ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് ബിക്കോസ് ദേ നീഡ് വാട്ടർ ഫോർ. അത് ശരിയാണ്. വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ് വാലിസ്നേറിയ ഹൈഡ്രില്ല ഗ്രോ ഇൻ ഫ്രഷ് വാട്ടർ. ശരിയാണ്. സെവറൽ മറൈൻ സീഗ്രാസ് പോളിനേറ്റഡ് ബൈ ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മെറൈൻ സീഗ്രാസ് വാട്ടർ പോളിനേറ്റഡ് ആണ്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1, 3, 4, 5 4 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയോ? ഇനി അടുത്ത് നോക്കാം. സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ പോളിനേഷൻ. പോളിനേഷനെ കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. In a normal flower which is opens exposes to anther and sigma, complete autogamy is rather rare. Normal flower complete autogamy rather rare ആണ്. Cleistogamous flowers produce assured seeds at even the absence of pollinators. ശരിയാണ്. അവർ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയതുകൊണ്ട് പോളിനേറ്റേഴ്സിന്റെ ആബ്സെൻസിൽ അവർ അഷ്യൂർഡ് സീഡ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സച്ച് ആസ് പ്ലാന്റ്സ് സച്ച് ആസ് വയോള ഓക്സാലിസ് കോമലീന പ്രൊഡ്യൂസ് ഓൺലി ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവർ ഓൺലി ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ മാത്രമല്ല, അവർ 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലീസ്റ്റോഗാമസ് ഉണ്ടാവും, ചാസ്മോഗാമസ് ഉണ്ടാവും. അപ്പോൾ തെറ്റാ. Cleistogamous flowers are invariably autogamous. There is no chance for cross pollination. ശരിയാണ്. Although geitonogamy functionally cross pollination ആണെങ്കിൽ they are genetically similar to autogamy. അത് ശരിയാണ്. ഫംഗ്ഷനലി ഒരു ക്ലോസ് പോളിനേഷൻ ആണെങ്കിലും ഓട്ടോഗമിക്ക് സിമിലർ ആണ്, കാരണം പാരന്റ് മാറാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് 3 മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ഓൺലി 3 എന്നുള്ള 3 കിട്ടും. കിട്ടിയില്ലേ? എങ്കിൽ അടുത്ത് നോക്കണം. 104ാമത്തെ ചോദ്യം. Which of the following given statements are true? During development of dicot embryo, heart-shaped embryo is formed after globular embryo is formed. നമുക്കറിയാം, ആദ്യം പ്രോ എംബ്രിയോ ഉണ്ടാവും, അത് പിന്നീട് ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറും, പിന്നീട് അത് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയിട്ട് മാറും, അതാണ് പിന്നീട് മെച്യൂർഡ് എംബ്രിയോ ആയിട്ട് മാറുക അല്ലേ. അപ്പോൾ ഗ്ലോബുലാർ എംബ്രിയോക്ക് ശേഷമാണ് ഹാർട്ട് ഷേപ്പ് എംബ്രിയോ ഉണ്ടാവുന്നതാണ്. ശരിയാണ്. ദ പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിനെ എപ്പികോട്ടയിലും താഴെല്ലിനെ ഹൈപ്പോകോട്ടയിൽ എന്ന് വിളിക്കുക. ശരിയാണ്. മോണോകോട്ട് സീറ്റ്സ് ലാർജ് സിംഗിൾ കോട്ടിലിന് ഉണ്ടാവും, അതിനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ല. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1, 2, 3 ഓപ്ഷൻ 4 ആൻസർ കിട്ടും. പോളി എംബ്രിയോണി ഈസ് കോമൺലി ഒക്കറിൻ. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഒരു സീഡിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന ഫോം. സിട്രസും മാംഗോ ഉണ്ട്, സിട്രസിലും ഉണ്ട് മാംഗോയിലും ഉണ്ട്. അതുകൊണ്ട് ബോത്ത് 1 and 2 എന്നുള്ള ഓപ്ഷൻ കിട്ടും. അത് ടെഗ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോക്കുകയാണെ, ടെഗ്മൻ ഡെവലപ്സ് ഫ്രം. ടെഗ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സീഡ് കോട്ടാണ്. നമുക്കൊക്കെ അറിയാലോ, ഇന്നർ സീഡ് കോട്ട് ഇന്നർ ഇൻഡഗുമെൻ എന്നല്ലേ ഉണ്ടാവുക. ഔട്ടർ സീഡ് കോട്ട് ഔട്ടർ ഇൻഡഗുമെൻ എന്നാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ ടെസ്റ്റ എന്നാണ് വിളിക്കുക. അറിയുന്ന കാര്യമാണ് ഇതൊക്കെ. 107ാമത്തെ സിമ്പിൾ ചോദ്യമായിരുന്നു. ദ മെഗാസ്പൊറാഞ്ചിയം ഓഫ് ആൻജിയോസ്പോം ഓൺ മെച്യൂർ. മെഗാസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒവ്യൂൾ എന്നും കൂടി പറയും. അപ്പോൾ ഒവ്യൂൾ എന്തായിട്ടാണ് മാറുക? ഫെർട്ടിലൈസേഷൻ ശേഷം സീഡായിട്ട് മാറും. ഓവറിയാണ് എന്തായിട്ട് മാറുക? ഫ്രൂട്ടായിട്ട് മാറുക അല്ലേ. എന്ത് സിമ്പിളാണ് ചോദ്യം അല്ലേ. 108. ടോട്ടൽ നമ്പർ ഓഫ് മിയോട്ടിക് ഡിവിഷൻ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് 200 grains ഓഫ് വീറ്റ്. 200 വീറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എത്ര മിയോസിസ് നടക്കണം എന്നാണ് ചോദിച്ചത്. ഇത്തരത്തിലൊരു ചോദ്യങ്ങൾ ഈ പാറ്റേൺ പഠിച്ചേക്കണം കേട്ടോ. 200 സീഡ് ഉണ്ടെങ്കിൽ 200 സീഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 300 സീഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മിയോട്ടിക് ഡിവിഷൻ നടക്കണം എന്ന് ചോദിച്ചാൽ ഈ നമ്പറിനെ നിങ്ങൾ എക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ നമ്പറിനെ നിങ്ങൾ എക്സ് ആക്കിയിട്ട് എടുക്കുക. തന്ന നമ്പറിനെ എക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എക്സിനെ x/4 കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതതിൻ്റെ ടെക്നിക്കാണ്. അതിൻ്റെ കൺസെപ്റ്റ് ബയോളജി വേറെയാണ്. അത് നിങ്ങൾ ചാപ്റ്റർ എടുത്തപ്പോൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത്ര സീഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മിയോട്ടിക് ഡിവിഷൻ വേണം എന്ന് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എത്ര ഗ്രെയിൻസ് ആണോ ഫോം ചെയ്യുന്നത്? 200. അതിനെ 4 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടുക? 50. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 250 ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കണേ ഇത്രയേ ഉള്ളൂ. ഇത്ര സീഡ് ഗ്രെയിൻസ് ഫോം ചെയ്യണമെങ്കിൽ എത്ര മ്യൂസ് നടക്കണം എന്നുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളിൽ കാണാനുള്ള ഇക്വേഷനാണ് ഞാൻ പറഞ്ഞത്. ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ സയൻസ് എങ്ങനെയാണ് അത് ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും.
അടുത്തത് 109. ഇൻ ആൻജിയോസ്പേം ട്രിപ്പിൾ ഫ്യൂഷൻ ഈസ് നെസസറി ഫോർ ദ ഫോർമേഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നോക്കണം, ട്രിപ്പിൾ ഫ്യൂഷനും സിംഗമി നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും, ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ എൻഡോസ്പേം ആണ് ഫോം ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ കിട്ടുക. അടുത്ത് നോക്കണം, ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ന്യൂക്ലിയസ് ആൻഡ് എഗ്. മെയിൽ ന്യൂക്ലിയസും എഗ്ഗും, മെയിൽ ന്യൂക്ലിയസ് ആണ് മെയിൽ ഗമേറ്റും എഗ്ഗും തമ്മിലുള്ള ഫ്യൂഷൻ നമ്മൾ എന്താ വിളിക്കുക? സിമ്പിൾ അല്ലേ, സിംഗമി എന്നല്ലേ വിളിക്കുക, ഒന്നും പറയാനില്ല. അടുത്തത്, എ ക്ലോസ് റിലേഷൻ ബിറ്റ്വീൻ ഫ്ലവർ ആൻഡ് പോളിനേറ്റിംഗ് ഏജന്റ് ഈസ് എക്സിബിറ്റഡ് ബൈ. ക്ലോസ് റിലേഷൻഷിപ്പ് ഏതൊക്കെയാണ്? അമോർഫോഫാലസിലും കാണാം, യുകെയിലും കാണാം. അതുകൊണ്ട് ബോത്ത് 1 and 3 എന്നുള്ള ഓപ്ഷൻ 4 കിട്ടും അല്ലേ. അതൊക്കെ എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഓർമ്മയുണ്ടോ അതൊക്കെ? യുക്ക പ്ലാൻ എന്താ കൊടുക്കുക? സേഫ് പ്ലേസ് ടു ലേ എഗ്സ് അല്ലേ. എഗ് അപ്പാരറ്റസ് കോംപ്രൈസ്. എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? എഗ്ഗും സൈനർജിഡ്സും ഉണ്ടാവുക. എംബ്രിയോസാക്ക് ഓർമ്മയുണ്ടോ? മുകളിൽ 3 ആൾക്കാരുണ്ടായിരിക്കും. എഗ് ആൻഡ് സൈനർജിഡ്സ് നോക്കണേ, മുകളിലൊരു 3 ആൾക്കാരുണ്ടായിരിക്കില്ല. ഈ 3 ആൾക്കാർ ആരൊക്കെയാണ്? ഈ 3 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റിബോഡൽസ്. താഴെ 2 ആൾക്കാരുണ്ട്, സൈനർജിഡ്സ് ഒരാളുണ്ട്, എഗ്. ഇവരെ 3 പേരെയും കൂട്ടി വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക അല്ലേ. ഇതാണ് നമ്മൾ സെൻട്രൽ സെൽ എന്ന് പറയുന്നത്. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. അപ്പോൾ എഗ് അപ്പാരറ്റസിൽ ആരൊക്കെയുള്ളത്? എഗ്ഗും സൈനർജിഡ്സും ആണ് ഉണ്ടാവുക. ഓപ്ഷൻ 2 ആണ് ആൻസർ കിട്ടുക. ആന്തർ ഓഫ് ആൻജിയോസ്പേംസ് ഈസ് ജനറലി കമ്പോസ്ഡ് ഓഫ്. ആന്തർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആന്തറിൻ്റെ ടെട്രാഗണൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആന്തറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെട്രാഗണൽ സ്ട്രക്ചറാണ് കിട്ടുക. അതിൻ്റെ 4 കോർണറിൽ എന്തുണ്ടായിരിക്കും? 4 മൈക്രോസ്പൊറാഞ്ച് ഉണ്ടാവും. അപ്പോൾ 4 കോർണറിൽ 4 എണ്ണം ഉണ്ടായതുകൊണ്ട് ആന്തറിൽ 4 മൈക്രോസ്പൊറാഞ്ചം എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത്, ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ദ മെയിൽ ഗമേറ്റ്സ് ആർ ഫോംഡ് ബൈ. ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ മെയിൽ ഗമേറ്റ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? പോളൻ ഗ്രൈൻ്റെ ഉള്ളിലെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ജനറേറ്റീവ് സെല്ല് എന്ന് ആൻസർ കിട്ടും. അടുത്തത് മാച്ച് ചെയ്യാനാണ് ചോദിച്ചത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം കട്ട് സ്പെസിഫിക് സൈറ്റ്. റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് എ DNA. അത് കഴിഞ്ഞിട്ട് DNA ലിഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ടാക്ക് പോളിമറൈസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻസ് പ്രൈമേഴ്സ് ഓൺ DNA അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. 116ാമത്തെ ചോദ്യം, ദ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനും വെക്ടർ PBR322 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആംബിസിലിനും ടെട്രാസൈക്ലിനും ആണ്. ഒരു ഭാഗത്ത് ആംബിസിലിനും മറ്റേ ഭാഗത്ത് ടെട്രാസൈക്ലിനും ആണ്. വിച്ച് ഈസ് ഓൾസോ കാൾഡ് മോളിക്കുലാർ ഗ്ലൂ എന്ന് വിളിക്കുന്നത് DNA ലിഗേസിനെയാണ്. മോളിക്കുലാർ സിസർ എന്ന് വിളിക്കുന്നത് RNA. സിമ്പിൾ ചോദ്യമല്ലേ അതിനോ. അടുത്ത് നോക്കടാ, ഫോർ എ ട്രാൻസ്ഫോർമേഷൻ മൈക്രോ പാർട്ടിക്കൽ കോട്ടഡ് വിത്ത് DNA ബൊമ്പാർഡഡ് വിത്ത് ജീൻ ഗൺ ആർ മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടാണ് ബയോളിസിക്സ് ഓർ ജീൻ ഗണ്ണിൽ DNA എന്തുകൊണ്ടാണ് കോട്ട് ചെയ്യണത്? ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കൊണ്ടാണ് അല്ലേ. അടുത്ത് നോക്കടാ, ഗിവൺ ഫിഗർ റെപ്രസെന്റ് ടിപ്പിക്കൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് മൈഗ്രേഷൻ അൺഡൈജസ്റ്റഡ് DNA ഫ്രാഗ്മെന്റ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്? നമുക്കറിയാം ഇതിൽ ലൈൻ 1 ആരുണ്ടാവുക? ലൈൻ 1 അൺഡൈജസ്റ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുക. ലൈൻ 1 ആണെങ്കിൽ അത് അൺഡൈജസ്റ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. എന്നാൽ ലൈൻ 2 to 4 അത് ഡൈജസ്റ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. നമുക്കറിയാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ ലൈൻ 1 അൺഡൈജസ്റ്റഡ്, ലൈൻ 2 ഫോർ ഡൈജസ്റ്റഡ് DNA ഫ്രാഗ്മെന്റ്സ്. ഓപ്ഷൻ 2 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. റീകോമിനന്റ് DNA ടെക്നോളജി ഇൻവോൾവ് സെവറൽ സ്റ്റെപ്സ് ഇൻ സ്പെസിഫിക് സീക്വൻസ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് സീക്വൻസ് ആയിട്ട് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നോക്കണം കേട്ടോ, അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പിന്റെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. 1, ആദ്യത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് DNA, ശരിയാണ്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഫ്രാഗ്മെന്റ് ചെയ്യണം. എന്നിട്ട് ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് നമ്മൾ എടുക്കണം. 3ാമത്തത്. 4ാമത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വെക്ടറുമായിട്ട് ലിഗേറ്റ് ചെയ്യണം. 5ാമത്തത് ട്രാൻസ്ഫറിങ് ഇൻ ടു ഹോസ്റ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. 6ാമത്തത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 152 കറക്റ്റാ. ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്തത്, ദ ഫംഗ്ഷൻ ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്തിനാണ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം, DNA ആംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, DNA കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നോക്കടാ, ദ ട്യൂമർ ഇൻഡ്യൂസിംഗ് കപ്പാസിറ്റി ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂബിഫാഷൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലാർജ് എക്സ്ട്രാ ക്രോമസോമൽ പ്ലാസ്മിഡ്. അതിൻ്റെ പേരെന്താ? ആ പ്ലാസ്മിഡിൻ്റെ പേരാണ് TI പ്ലാസ്മിഡ് അല്ലേ. അതിലുള്ള DNA ആണ് tDNA. നോർമൽ സെല്ലിനെ ട്യൂമർ സെല്ലാക്കി മാറ്റാൻ പറ്റുന്നൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അങ്കിൽ അടുത്ത് നോക്കടാ, ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ടു ന്യൂക്ലിയസ്. ഡയറക്റ്റ് ചോദ്യമാണ്. ഹിന്ദ് 2. ടുഡേ വി ഹാവ് മോർ ദാൻ 900 റെസ്ട്രിക്ഷൻസ് ഐസൊലേറ്റഡ് ഫ്രം 230 strains of bacteria. നമുക്കറിയാം. Presence of a chromogenic substrate give blue-colored colonies in bacteria. Insertional inactivation stops production of which enzyme, so that ഏത് എൻസൈം പ്രൊഡക്ഷൻ നിൽക്കുമ്പോഴാണ് ഇൻസേർഷണൽ ആക്ടിവേഷൻ നടക്കുക? അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡൈസ് എൻസൈം ഇല്ലാതിരിക്കുമ്പോഴാണത് പറ്റുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ വരും. അടുത്ത നോക്കണം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. താഴെ തന്നില്ല റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? PCR ടാക്ക് പോളിമറൈസ് എൻസൈം ഹാസ് ബീൻ യൂസ്ഡ്, ശരിയാണ്. പ്രോട്ടീൻ ഒബ്റ്റൈൻഡ് ബൈ റീകോമിനന്റ് DNA ടെക്നോളജി വഴി ഉണ്ടാവുന്ന പ്രോട്ടീനെ റീകോമിനന്റ് പ്രോട്ടീൻ എന്നാണ് വിളിക്കുക, ശരിയാണ്. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്, അതും ശരിയാണ്. ബയോറിയാക്ടർ ഈസ് നോട്ട് എ സ്യൂട്ടബിൾ ഫോർ ഒബ്റ്റൈനിങ് എന്ന് പറയാൻ പറ്റില്ല. ബയോറിയാക്ടർ എന്താണ്? സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെയാണ് തെറ്റുള്ളത്. അപ്പോൾ ഓപ്ഷൻ 4 ആൻസർ കിട്ടിയത്. ക്ലിയർ അല്ലേ?
അടുത്ത നോക്കടാ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചുള്ളത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന് ചോദിച്ചു. TI പ്ലാസ്മിഡ് ഓഫ് എഗ്രോബാക്ടീരിയം ട്യൂബിഫാഷ്യൻസ് ഈസ് യൂസ്ഡ് ആസ് എ വെക്ടർ ഫോർ പ്ലാന്റ്. അത് ശരിയാണ്. റിട്രോവൈറസ് ആനിമലിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജീൻ തെറാപ്പിയിലൊക്കെ ആനിമൽസിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഡൈവാലന്റ് കാറ്റോൺ ഫോർ സെൽവാൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയാണ്. സെൽവാളിന്റെ പിറ്റ്സിന്റെ പോസിന്റെ ഡയമീറ്റർ കൂട്ടിയിട്ട് DNA എൻ്റർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ കോമ്പിറ്റന്റ് ഹോസ്റ്റ് ആദ്യം ഹീറ്റ് ഷോക്ക് കൊടുത്തിട്ടല്ല ഐസിലേക്ക് വെക്കുക, ഹീറ്റ് കൊടുത്തിട്ട് പിന്നെ ഇതാക്കിയിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു തെറ്റുണ്ട്. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഫസ്റ്റ് റീകോംബിനന്റ് DNA വാസ് കൺസ്ട്രക്റ്റഡ് ബൈ. ഫസ്റ്റ് റീകോംബിനന്റ് DNA ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? സ്റ്റെയിൻലി കോഹനും ഹെർബർട്ട് ബോയറുമാണ്. അടുത്തത് പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി ഇൻക്ലൂഡ്സ്. പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ എന്തൊക്കെയുള്ളത്? റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഐസൊലേഷൻ ഓഫ് DNA ഉണ്ട്, ഇൻസേർഷൻ ഓഫ് റീകോംബിനന്റ് DNA ഉണ്ട്, ഒബ്റ്റൈനിങ് ഫോർ എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ്, ഡൗൺ സ്ട്രീം പ്രോസസിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദീസ് എടുക്കാൻ പറ്റും. ഓൾ ഓഫ് ദീസ് ക്ലിയർ അല്ലേ? മാനിപ്പുലേഷൻ ഓഫ് DNA ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബിക്കം പോസിബിൾ ഡ്യൂ ടു ദ ഡിസ്കവറി. DNA നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയത് അതിനെ കട്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്തിൻ്റെ ഡിസ്കവറിയാണ്? റെസ്ട്രിക്ഷൻ ഇൻ ന്യൂക്ലിയസ് എൻസൈം. ഓപ്ഷൻ 4 കിട്ടും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ ബെസ്റ്റ് ജനറ്റിക് വെക്ടർ ഫോർ ആനിമൽസിലേക്കുള്ള ജനറ്റിക് വെക്ടർ ഏറ്റവും നല്ലത് ഏതാ? റിട്രോ വൈറസ് ആണ്. കാരണം അത് ആനിമൽസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്തോജനിക് വൈറസ് ആണ്. അടുത്ത 130 നോക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. താഴത്തെ നിലയിൽ കറക്റ്റ് ചെയ്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ റീകോംബിനന്റ് DNA ടെക്നോളജി ഹാവ് ദ കീ ടൂൾസ്. ഏതൊക്കെ? റെസ്ട്രിക്ഷൻ സെയിം ഉണ്ട്, പോളിമറൈസ് എൻസൈം ഉണ്ട്, ലിഗേസ് ഉണ്ട്, വെക്ടർ ഉണ്ട്, കോമ്പിറ്റന്റ് ഉണ്ട്. ശരിയാണ്. 1963 ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം ഹിന്ദ് 1 അല്ല, ഹിന്ദ് 2 ആണ്. Today we have more than 900 restrictions. Same have been isolated from 230 strains of bacteria and cyanobacteria എന്ന് പറയേണ്ട ആവശ്യമില്ല. Each restriction enzyme recognizes different recognition sequences. ശരിയാണ്. ഓരോന്നിനും ഓരോ recognition sequence ഉണ്ടാവുക. Each restriction endonuclease binds to the DNA, cut each of the 2 strands double helix at specific position within the sugar phosphate backbones. നമ്മളോട് ശരി ചോദിച്ചാൽ 1 2 5 6 1 2 5 6 ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ? അടുത്തത് ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ ഈസ് സ്യൂട്ടബിൾ ഫോർ. ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ ഈസ് സ്യൂട്ടബിൾ ഫോർ. എന്തിനാണ് ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പ്ലാന്റ് സെല്ലിലേക്കാണ്. കറക്റ്റല്ലേ? അടുത്ത് നോക്കടാ. സ്പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫറിങ് സെപ്പറേറ്റ് DNA ആണോ? അല്ല. കട്ടിംഗ് ആണോ? അല്ല. ആംപ്ലിഫിക്കേഷൻ PCR എന്നല്ലേ പറയാം. അപ്പോൾ പിന്നെന്താണ്? കളക്ഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റഡ് DNA കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പൂളിംഗ് എന്ന് പറയാം. അടുത്തത് ഡ്യൂറിംഗ് ദ പ്യൂരിഫിക്കേഷൻ പ്രോസസ് റീകോംബിനന്റ് DNA ടെക്നോളജി ചിൽഡ്രനോൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? ചിൽഡ്രനോൾ ആഡ് DNA ആണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. എന്ത് സിമ്പിൾ ആണല്ലേ? 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നോക്കിയേ. റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് റെക്കഗ്നൈസ് സ്പെസിഫിക് സീക്വൻസ് ആൻഡ് കട്ട് ദ DNA നോൺ ആസ് പാലിൻഡ്രോമിക് സീക്വൻസിലാണ് കട്ട് ചെയ്യുക. ശരിയാണ്. റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് കട്ട് ദ DNA ലിറ്റിൽ എവേ ഫ്രം ദ സെന്റർ ഓഫ് പാലിൻഡ്രോമിക് സീക്വൻസ്. അതും ശരിയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്നുള്ള ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.